أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم تقوم الساعة يومئذ يتفرقون فأما الذين آمنوا وعملوا الصالحات فهم في روضة يحبرون وأما الذين كفروا وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون അള്ളാഹുവിൻ്റെ കഴിവുകളും അവൻ്റെ ദൃഷ്ടാന്തങ്ങളുമാണ് പറഞ്ഞു വരുന്നത്. അവിശ്വാസികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചതും അവരുടെ ശക്തിയെല്ലാം തളർത്തിക്കളഞ്ഞതും അതിന് മുമ്പ് പറഞ്ഞു. തുടർന്ന് അല്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു സുമ്മ ഇലൈഹി തുർജഊൻ. അല്ലാഹു സൃഷ്ടിപ്പ് ആരംഭിക്കുന്നു, അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ മടക്കിക്കൊണ്ടുപോകുന്നു. സൃഷ്ടിക്കുകയും എന്നിട്ട് അല്ലാഹുവിങ്കലേക്ക് അതിനെ മടക്കിക്കൊണ്ടുപോകുന്നു. പിന്നീട് സുമ്മ യുർജഊൻ, പിന്നെ നമ്മളെല്ലാവരും തിരിച്ചു ചെല്ലുന്നത് ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. ഈ കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. വയൗമ തഖൂമുസ്സാഅത്തു യുബ്ലിസുൽ മുജ്രിമൂൻ. ഖിയാമത്ത് നാൾ നിലനിൽക്കുന്ന ദിവസം, അതായത് വിചാരണക്കൊരുങ്ങി നന്മ തിന്മകൾ വേർതിരിച്ച് കല്ലും നെല്ലും പിരിക്കുന്ന സന്ദർഭത്തിൽ യുബ്ലിസുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ നിരാശരാവും. അല്ലാഹു തആല നേരത്തെ തന്നെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അന്ന് നീ നിരാശരായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് കരുതി തിരിച്ചു പോരാൻ പറ്റില്ലല്ലോ. അപ്പം അന്ന് നിരാശരാകും കുറ്റം ചെയ്തവർ. വലം യകുൻ ലഹും മിൻ ശുറകാഇഹിം ശുഫആ, അവരുടെ പങ്കുകാരായി അവർ ആരാധിച്ചിരുന്ന അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആരും അവർക്ക് ശുപാർശകരായി ഉണ്ടായിരിക്കുകയില്ലെന്ന് മാത്രമല്ല, അവരുടെ പങ്കുകാരെ അവർ നിഷേധിക്കുകയും ചെയ്യും. അവർ നമ്മളെ സഹായിച്ചില്ല, ഞങ്ങൾ ഇത്ര കാലം അവരെ വിളിച്ച് അവർക്ക് നേർച്ച നേർന്ന് അവരുടെ പെട്ടിയിൽ കൊണ്ടുപോയി കാശ് നിക്ഷേപിച്ച് അവർ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒന്നുമുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ നിഷേധിക്കും. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനിയുള്ള ആയത്തുകളും. വയൗമ തഖൂമുസ്സാഅത്തു യൗമഇദിൻ യതഫറഖൂൻ. വയൗമ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ നിലനിൽക്കുന്ന സമയം. സാഅത്തുൻ എന്ന് പറഞ്ഞാൽ വാച്ച് എന്നർത്ഥത്തിന് സാഅത്ത് എന്ന് പറയും, വാച്ച്. സമയം എന്നതിനും സാഅത്ത് എന്ന് പറയും. എന്നാൽ അസ്സാഅത്ത് എന്ന് പറയുമ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വിചാരണ ലോകാവസാനത്തിൻ്റെ അന്ത്യസമയത്തിനാണ് അസ്സാഅത്ത് എന്ന് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ യൗമ തഖൂമുസ്സാഅത്തു, ആ അന്ത്യദിനം നിലനിൽക്കുന്ന ദിവസം, യൗമ ഇതിൻ, ആ ദിവസം തന്നെ യതഫറഖൂൻ,
യൗമ എന്ന് പറഞ്ഞത് ദിവസമാണ്. യൗമ ഇതിൻ, ആ ദിവസം ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, ഖിയാമത്ത് നിന്നുണ്ടാകുന്ന അന്നു തന്നെ യതഫറഖൂൻ, അവർ തഫറുക്ക് വേർപിരിഞ്ഞു പോകും എന്നാണ്. വിശ്വാസികൾ അവിശ്വാസികൾ രണ്ട് കക്ഷികളെ ഉണ്ടാവുള്ളൂ. ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട് മതവിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, യഹൂദികൾ 71 കക്ഷികളായി വേർപിരിയും, നസാറാക്കൾ 72 കക്ഷികളായി വേർപിരിയും. ഇനി അവസാനത്തെ നബിയുടെ ആളുകൾ നമ്മൾ 73 കക്ഷികളാവും. ഈ കക്ഷികളുടെ കൂട്ടത്തിലൊക്കെ ഒരു ഫിറക്ക്, ഒരു ഗ്രൂപ്പ് മാത്രമാണ് സ്വർഗാവകാശികൾ, ബാക്കിയുള്ളവരൊക്കെ നരകാവകാശികളായിരിക്കും. അപ്പം രണ്ടേ അവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ ഒരുപാട് കക്ഷികളുണ്ടെങ്കിലും ഈ കക്ഷികളിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് പ്രവാചകന്മാരുടെ സുന്നത്തുകൾ, നടപടികൾ പിൻപറ്റി അതത് കാലത്ത് മൂസാ നബിയുടേതാണെങ്കിലും ഈസാ നബിയുടേതാണെങ്കിലും അവരല്ലാത്ത മറ്റു മൂസാ നബിക്കും ഈസാ നബിക്കും ഇടയിൽ വന്ന നബിമാരുടേതാണെങ്കിലും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടേതാണെങ്കിലും ആ നബിമാരുടെ മാർഗങ്ങൾ പിൻപറ്റി അവർ കൊണ്ടുവന്ന വേദം അംഗീകരിച്ച് ജീവിച്ച വിശ്വാസികൾ, അതാണ് അല്ലദീന ആമനു. ആ മതത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ, അതാണ് യൗമ തഖൂമുസ്സാഅത്തു, ഖിയാമത്ത് നാൾ നിലനിൽക്കുന്ന ദിവസം. യൗമഇദിൻ, അന്നേ ദിവസം തന്നെ യതഫറഖൂൻ, അവർ വേർപിരിയും. ഫിറഖ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, വിഭാഗം എന്നാണ്. ഫരീഖ് എന്നാണ് പറയുക ടീമിന്. ഈ ഫുട്ബോളിലൊക്കെ നമ്മൾ സ്പോർട്സ് ആൻഡ് ഗെയിംസിലൊക്കെ 2 ഗ്രൂപ്പുകളായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പിന് ഫരീഖ് എന്നാണ് പറയുക, ഫരീഖ്. അപ്പോൾ വിഭാഗം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പഴയ അതൊരു മലയാളം കൂടിയാണ്. ഫർക്ക എന്ന് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഫർക്ക, അത് ഫർക്കാറിന് നമ്മളൊരു വാർഡ് എന്നോ അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം എന്നൊക്കെ പറഞ്ഞതിന് പകരമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ പേർഷ്യൻ അല്ലെങ്കിൽ ഉറുദു, അറബി ഏതെങ്കിലും ഒരു ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിരിക്കണം ആ പദം. ആ ഫറഖാന്ന്, ഫറഖ, ഫിറഖ്, ഫരീഖ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഭാഗം. യതഫറഖൂൻ, അവർ തഫറഖ, വേർപിരിഞ്ഞു പോകും. ഏതാ 2 വിഭാഗം വേർപിരിഞ്ഞു പോകുന്ന വിഭാഗം ഏതാണ്? ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഫഹും, അവർ ഫീ റൗളത്തിൻ യുഹ്ബറൂൻ, റൗളത്ത് പൂന്തോട്ടം എന്നാണ്. സ്വർഗത്തോപ്പിനാണ് ജന്നാത്ത് എന്നതിനാണ് അത് പറയുന്നത്. റൗളത്ത് ചെടികളും പൂക്കളും അലങ്കരിക്കപ്പെട്ട അതിനാണ് ജന്നാത്ത് എന്ന് പറഞ്ഞാൽ. തോട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ തെങ്ങും തോട്ടം കവുങ്ങും തോട്ടമൊക്കെ തോട്ടത്തിൽപ്പെടും. ഹദീഖത്ത് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ റൗളത്താവുമ്പോൾ അതിൽ ആനന്ദവും ഭംഗിയും എല്ലാം ഉള്ള തോട്ടത്തിനാണ് റൗളത്ത് എന്ന് പറയാം, ഗാർഡൻ എന്ന് പറയുന്ന. അപ്പോൾ ഫഹും, അവർ ഫി റൗളത്തിൻ, സ്വർഗപ്പൂന്തോപ്പിൽ, യുഹ്ബറൂൻ, അവർ സന്തോഷഭരിതരായിരിക്കും, ആഹ്ലാദിക്കുന്നവരായിരിക്കും. അപ്പോൾ വിശ്വാസികളാണ് ഒരു വിഭാഗം എന്നർത്ഥം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ മാത്രം പോരാ. ഈമാന് എവിടെ ഖുർആനിൽ പറഞ്ഞോ അവിടെയൊക്കെ അമലു സ്വാലിഹാത്തും പറഞ്ഞിട്ടുണ്ട്. അമല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അമലു സ്വാലിഹാത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി അമലു സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചതല്ല സൽക്കർമ്മങ്ങൾ. നമ്മളേതാണ് നമുക്ക് നന്നായി തോന്നി അതല്ല കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അൽ ഹുസ്നു വൽ ഖുബ് എന്ന് പറയുന്ന നല്ലതും ചീത്തയും അത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് സൽക്കർമ്മങ്ങൾ. ഇവിടെ ഏത് മതവിശ്വാസികളാണെങ്കിലും വിശേഷിച്ചും മുസ്ലിങ്ങളായ നമ്മൾ സൽക്കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദിക്റുകളാവട്ടെ, തസ്ബീഹുകളാവട്ടെ, ഖുർആൻ പാരായണം,
ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, നമസ്കാരങ്ങളിലാവട്ടെ, അതൊക്കെ സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ മൊത്തം കണക്ക് കൂട്ടാൻ പറ്റില്ല. അള്ളാഹു എപ്പോഴാണോ നമസ്കരിക്കാൻ പറഞ്ഞത് ആ നമസ്കാരമാണ് സൽക്കർമ്മം. അള്ളാഹു ഏതെല്ലാം ദിക്റുകളാണോ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് അതാണ് സൽക്കർമ്മങ്ങളായി വരുന്നത്. അതാണ് മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനി കാര്യത്തിൽ പുതിയതായി ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ, ദീനിൻ്റെ കാര്യത്തിൽ നമ്മളെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇല്ലാത്ത വസ്ത്രങ്ങൾ, വീടുകൾ, സൗകര്യങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, ഗ്രൗണ്ടുകൾ, ഭക്ഷ്യവസ്തുക്കളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അതൊന്നും ബിദ്അത്തല്ല, അതൊന്നും പുതിയതായി കൂട്ടിച്ചേർത്തതെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ദീനിൻ്റെ കാര്യത്തിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ച അമലുകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ, ഈ ജാതി കാര്യങ്ങളെല്ലാം പുതിയതായി ആരെങ്കിലും ചേർത്തുവോ അതാണ് റദ്ദുൻ, തള്ളപ്പെടേണ്ടത്. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. അപ്പോൾ ബിദ്അത്തുകളൊന്നും അമലുസാലിഹാത്തിൽ പെടൂല. ബിദ്അത്തിൻ്റെ പേരിൽ പിന്നെ 1000 റക്അത്ത് നമസ്കാരം എന്നൊക്കെയുള്ള പലതരത്തിലുള്ള നമസ്കാരങ്ങളുണ്ട്. പലതരത്തിലുള്ള നമസ്കാരങ്ങൾ, പലതരത്തിലുള്ള ദിക്റുകളുണ്ട്, പലതരത്തിലുള്ള പിന്നെ അന്ധവിശ്വാസങ്ങളായി കൊണ്ടുവന്നിട്ടുള്ളതും അന്ധവിശ്വാസങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതുമായ പല ആരാധനാ കർമ്മങ്ങളും നമ്മുടെ സമൂഹത്തിൽ കാണാം. ഏതുവരെ എന്ന് പറഞ്ഞാൽ ആനയും ചെണ്ടയും ചെണ്ടമേളകളും അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നേർച്ച എന്ന പേരിൽ അന്നദർ എന്ന് പറഞ്ഞാൽ നേർച്ചയാണ്. അന്നദർ ഇബാദത്തുൻ, നേർച്ച ഒരു ഇബാദത്താണ്. ഇസ്ലാമിൽ അന്നദർ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. അന്നദർ ഇബാദ, അത് ആരാധനയാണ്. പക്ഷെ ആ അന്നദർ നേർച്ച എന്ന പേരിൽ ചണ്ടയും മുട്ടി ആനയും അമ്പാരിയും പിന്നെ കൊട്ടും കൊരവയും ആണും പെണ്ണും തുള്ളിക്കളിക്കുന്ന, അതുപോലും ഒരു അമലുസാലിഹാത്തായി കാണുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ, വിശ്വാസികൾ. അങ്ങനെയല്ല അമലുസാലിഹാത്ത്. അമലുസാലിഹാത്ത് ആവണമെങ്കിൽ ഒന്ന് തെളിവിൻ്റെ പിൻബലമാണ്. ഇസ്ലാമിൽ അത് തെളിവ് വേണം. അതാണ് മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അള്ളാഹുവിൻ്റെ റസൂലോ അള്ളാഹും റസൂലും പഠിപ്പിച്ചതായിരിക്കണം, എന്നാലേ അമലുസാലിഹാത്താണ്. 2, ആ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. നമസ്കാരം അള്ളാഹു റസൂൽ നമ്മൾ പഠിപ്പിച്ചു, ആ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആ സുന്നത്ത്, ആ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യണം. 3-മതായി അതിൽ ഇഖ്ലാസ് ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ധർമ്മങ്ങളാവട്ടെ, ഇബാദത്തുകളാവട്ടെ, അത് ആത്മാർത്ഥതയുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് കൂലി കിട്ടൂല. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസി അല്ലദീന ആമനു ഫഅമ്മല്ലദീന ആമനു, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുക. ആമനു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഹക്കൽ ഈമാൻ, എങ്ങനെ വിശ്വസിക്കണം. അള്ളാഹു ഏകനാണ്, അള്ളാഹുവാണ്, അവൻ്റെ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളൊക്കെ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു നിയന്ത്രകനും മറ്റൊരു നിയന്ത്രിക്കുന്നവനും ലോകത്തില്ല. പ്രാർത്ഥനക്കും ഈ തേട്ടങ്ങൾക്കും അർഹൻ അവൻ മാത്രമാണ്. അവനോടല്ലാതെ മറ്റാരെയും തേടാനോ അവനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കാനോ അവൻ്റെ പേരിലല്ലാതെ മറ്റുള്ളവരുടെ പേരിൽ ബലികർമ്മം നടത്താനോ അവൻ്റെ പേരിലല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നേർച്ചകൾ നടത്താനോ പാടില്ല. അതൊക്കെ ഈമാനിൻ്റെ കാര്യമാണ്. ആ ഈമാൻ അനുസരിച്ച് ജീവിക്കുകയും വഅമിലുസ്സാലിഹാത്തി, ആ ഈമാനിൻ്റെ താല്പര്യമനുസരിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുകയും ചെയ്തവരാരോ അവർ ഫഹും ഫി റൗലത്തി യുഹ്ബറൂൻ, അവർ സ്വർഗലോകത്ത് പൂന്തോപ്പുകളിൽ അവർ സന്തുഷ്ടരാകും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാലേ സ്വർഗം ഉറപ്പാവുകയുള്ളൂ എന്നാണ് ആ പറയുന്നത്. എന്നാൽ അതിൻ്റെ 2-മത്തെ കക്ഷി യൗമൈദി യതഫറഖൂൻ, അവർ 2ആയി ഭിന്നിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കക്ഷികളായി പിരിയും. 1-മത്തെ കക്ഷിയാണ് അല്ലദീന ആമനു. എന്നാൽ അമ്മല്ലദീന കഫറു, നിഷേധികളായിട്ടുള്ള ആളുകൾ, അപ്പോൾ അല്ലദീന കഫറു വകദ്ദബൂ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ
വ്യാജമാക്കി, ഒന്നുകിൽ വാ കൊണ്ട് പറഞ്ഞ് ഖുർആൻ കളവാണ്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തുകൾ കള്ളമാണ്, അത് സ്വീകരിക്കേണ്ടതില്ല, അത് തള്ളിക്കളയേണ്ടതാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല, ആ നിലക്ക് പറഞ്ഞ് കളവാക്കുക. അതല്ലെങ്കിൽ ഒരു കാര്യം അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടും അതിനെതിരായിട്ട് പ്രവൃത്തിയിൽ കൂടി അതിനെ നിഷേധിക്കുക. രണ്ടും തെക്ദീബ് തന്നെയാണ്. തെക്ദീബുല്ലാഹി തെക്ദീബുർ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞൊന്നും ശരിയല്ല, ഖുർആൻ പറഞ്ഞൊന്നും ശരിയല്ല എന്ന് പറയുന്നത് അതൊരു വിശ്വാസി ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മുഴുവനും നമുക്കങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. റസൂല് പറഞ്ഞത് നമ്മളൊന്ന് പെൻഡിങ്ങിൽ വെക്കണം, എന്നിട്ട് നമുക്കത് ബുദ്ധിക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ റസൂല് പറഞ്ഞത് എപ്പോഴും അതേമാതിരി തന്നെയാണ്ട് പറ്റുന്നില്ല, ആ കാലഘട്ടത്തിൽ അന്ന് റസൂല് പറഞ്ഞതല്ലേ, അത് നമ്മൾ കാണാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ വഹി അനുസരിച്ച് എന്തും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് കരുതി ഒരു സുന്നത്തിനെ നമുക്ക് തള്ളിക്കളയാനോ അവഗണിക്കാനോ പാടില്ല. അതാണ് മുഅ്തസിലിയാക്കൾക്കുണ്ടായ ഒരു മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. മുഅ്തസിലത്ത്, ഈ മുഅ്തസിലത്ത് വാസിൽ ഇബ്നു അത്താഇൻ്റെ ഒരു സമൂഹം, അവരെന്താ ചെയ്തത്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയും ചൊല്ലിയവരാണ്. പക്ഷേ അവർ പിഴച്ചു പോകാനുണ്ടായ കാരണം ഖുർആനിൻ്റെ അല്ലെങ്കിൽ നബിയുടെ ഒരു വചനം കണ്ടാൽ, ഒരു ഹദീസ് കണ്ടാൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ എന്നാൽ സ്വീകരിക്കും, അല്ലെങ്കിൽ ഒരു തള്ളിക്കളയും. അങ്ങനെയാണ് മുഅ്തസിലത്തുകൾ ഉണ്ടായത്. അപ്പോൾ ആ തരത്തിലുള്ള ഈ ഇഅ്തിസാലുകളില്ലാതെ, അതാണ് അമ്മല്ലദീന കഫറു, ഒന്നുകിൽ നിഷേധിക്കുക, വാ കൊണ്ട് നിഷേധിക്കുക, കള്ളമാണ്, പറ്റൂല, തള്ളണം. അതാണല്ലോ ഖുർആനിൽ ഒരു നല്ല കാര്യമെങ്കിലും അള്ളാഹിൻ്റെ ഖുർആനാന്ന് പറഞ്ഞതിലുണ്ടോയെന്നാണ് മറ്റേ മൈത്രേയൻ ചോദിച്ചത്. അയാളൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ കാരണം. ഖുർആനിൽ അല്ലാഹു തആല കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ഒരു നല്ലതല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഖുർആനിൽ അല്ലാഹു തആല വിരോധിച്ചത് നല്ലതാണ് എന്ന് പറയാനും ആർക്കും കഴിയില്ല, ഒരു സത്യനിഷേധിക്കും കഴിയില്ല. കാരണം മനുഷ്യത്വമാണ് അതിൽ പറഞ്ഞത്. അപ്പം അതെന്താ? കൽപ്പിച്ചു കൂട്ടി കഫറ, ഖുർആനെ നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ നബി വചനങ്ങൾ നിഷേധിക്കുകയാണ്. ഇനി കൽപ്പിച്ചു കൂട്ടി പറയുന്നില്ലെങ്കിൽ പോലും അത് എനിക്ക് പറ്റൂല, അത് റസൂല് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ നമുക്കത് പറ്റൂല എന്നാണ്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗവും ഇതിൽ പെടും. വകദ്ദബു, കള്ളമാക്കി, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. അങ്ങനെയുള്ള ആളുകൾ വലിഖാഇൽ ആഖിറത്തി, അള്ളാഹുവിൻ്റെ ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന കാര്യവും നിഷേധിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന കാര്യം നിഷേധിച്ചു. കണ്ടുമുട്ടും എന്ന ആ ഖുർആനിൻ്റെ നബിയുടെ വചനങ്ങൾ നിഷേധിക്കുക. അങ്ങനെ അള്ളാഹുവിനൊന്നും നമ്മൾ കണ്ടുമുട്ടേണ്ടി വരില്ല, നമ്മൾ മണ്ണായി പോകും എന്നുള്ളൊരു വിശ്വാസം. അതല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കോട്ടെ, ഞാൻ ചെയ്യേണ്ടത് നാം ചെയ്യും എന്നിങ്ങനെയുള്ള ഒരു നിലപാട്. പഠിച്ചവൻ്റെ മുന്നിൽ ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഇഹ്സാഹ, ചെറിയതും വലിയതും അള്ള ക്ലിപ്തപ്പെടുത്തി അള്ള വിചാരണയ്ക്ക് വിധേയമാക്കും. അപ്പം നിങ്ങളതിൽ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നതിനെ അവഗണിച്ച് നിഷേധിച്ച് തള്ളുന്ന ആളുകൾ, അത് രണ്ടും അതിൽ പെടും. അതാ ലിഖാ ഉൽ ആഖിറ. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹു എന്ന് ആയിഷ റളിയല്ലാഹുവിനെ ഉദ്ധരിച്ചൊരു വചനത്തിൽ കാണാം. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അപ്പോൾ എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണം, അപ്പോൾ അള്ളാഹു എന്നോട് വിചാരണ ചെയ്യുമ്പോൾ ഞാൻ പെട്ടുപോകരുത്, ഞാൻ ആ വിചാരണയിൽ പരാജയപ്പെട്ടു പോകരുത് എന്ന താല്പര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾ, അവനടുക്കൽ അബദ്ധങ്ങളൊക്കെ വന്നേക്കും, അതൊക്കെ പുറത്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമല്ലോ എന്ന ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ഇഷ്ടത്തിലും ലിഖാഉല്ലയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിനെ അള്ളാഹു അഹബ്ബല്ലാഹു ലിഖാഹു, അവനെ കാണാൻ അള്ളയും ഇഷ്ടപ്പെടും. എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ എനിക്കൊന്നും പറയാനുണ്ടാവുമല്ലോ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അപ്പോൾ ചെയ്യണില്ലല്ലോ,
ഇങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുമില്ലല്ലോ. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് പേടിയായിട്ടോ അതല്ലെങ്കിൽ ഒരു അവഗണനാ സ്വഭാവത്തിൽ ജീവിച്ച ഒരാളെ അള്ളാഹ് കണ്ടുമുട്ടാൻ തന്നെ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞാൽ വലാ യുക്കല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരെ നോക്കുകയില്ല, അള്ളാഹു അവരെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലിഖാ ഉള്ളയെ നിഷേധിക്കുകയും കള്ളമാക്കുകയും ചെയ്തവർ ഫഉലൈക, അപ്പോൾ ആ കൂട്ടർ ഫിൽ അദാബി മുഹ്ളറൂൻ, അദാബിൽ ഹാദിറാക്കപ്പെടുന്നവരാണ്. അണ്ടിലെ രണ്ടും മലയാളമാണ്. നമ്മൾ ഈ ഒരായത്തിൽ ഒരു മലയാള വാക്കെങ്കിലും ഇല്ലാത്തതുണ്ടാവില്ല. ഫിൽ അദാബി മുഹ്ളറൂൻ, അദാബിൽ ഹാദിറാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അദാബിൽ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ കൊണ്ടുപോയി ഹാജരാക്കും അവരെ, നിഷേധികളായിട്ടുള്ള ആളുകളെ. പിന്നെ അപ്പോൾ ആ രണ്ട് വിഭാഗം അങ്ങനെ അല്ലദീന ആമനു അല്ലദീന കഫറു രണ്ടായി വിഭജിക്കും. ആ രണ്ടായി വിഭജിക്കുമ്പോൾ ഫി റൗലാത്തിൽ ജന്നാത്തി, സ്വർഗ പൂന്തോപ്പുകളിൽ, ഫി റൗലത്തി യുഹ്ബറൂൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയായി കിട്ടണമെങ്കിൽ അല്ലാഹു തആല അതിന് ഒരു മാർഗം പറഞ്ഞു തരുന്നു. എന്താണത്? ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ വഹീന തുസ്ബിഹൂൻ. ഫസുബ്ഹാനല്ലാഹ്, അല്ലാഹുവാണ് പരിശുദ്ധൻ. ഹീന തുംസൂന, നിങ്ങൾ വൈകുന്നേരമാകുമ്പോഴും, മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. അല്ലാഹുമ്മ ബിക അംസൈന എന്നാണല്ലോ നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയിലുള്ളത്. അല്ലാഹുമ്മ ബിക അംസൈന ഒബിക അസ്ബഹന ഒബിക നഹിയ ഒബിക നമൂത്ത് വൈലീക്കൽ മസീർ. അല്ലാഹുവേ ബിക അംസൈന, വൈകുന്നേരത്തെ പ്രാർത്ഥനയാണത്. ബിക അംസൈന, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരമായത് എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹായവും നിൻ്റെ കാരുണ്യവും നീ തന്ന ആയുസ്സും കൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരമായത്. വ ബിക അസ്ബഹിന, ഇനി നിന്നെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരം വെളുക്കുന്നതും. മസാ സബാഹ്. ഒബിക നഹിയ, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒബിക നമൂത്ത്, നിന്നെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അതിൻ്റെ രക്ഷ നൽകുന്നതും അതിന് സൗകര്യത്തിവിടുന്നതും ആയുസ് തരുന്നതും ഒക്കെ നീ തന്നെയാണ്. അതുകൊണ്ട് വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് മടക്കം. അത് വൈകുന്നേരത്തെ പ്രാർത്ഥനയാണ്. അതാണ് തുംസൂന, നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവാണ് പരിശുദ്ധൻ. വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ നേരം പുലരുമ്പോഴും പുലർന്നു വരുമ്പോഴും. സബാഹ് സുബ്ഹ് രാവിലെ എന്നാണ്. തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതമാകുമ്പോഴും നിങ്ങൾ പ്രദോഷമാകുമ്പോഴും അള്ളാഹുവിനാണ് പരിശുദ്ധി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധി വിട്ട് രാവിലെയും വൈകുന്നേരവും ഉണ്ടാവരുത്. നമുക്ക് രണ്ട് അവസ്ഥയാണല്ലോ. ഒന്നുകിൽ വൈകുന്നേരം ഉച്ചൻ്റെ മുമ്പ്, അല്ലെങ്കിൽ FN AN, എന്തായിരുന്നാലും ഉച്ചക്ക് പ്രഭാത സമയത്താണെങ്കിലും വൈകുന്നേരമാണെങ്കിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നിർബന്ധമായ പ്രകീർത്തനങ്ങളുണ്ട്. നമസ്കാരം, ഈ ആയത്തിനെ തുടർന്നുള്ള ആയത്തിനെയും കൂടിയും വ്യാഖ്യാനിച്ചുകൊണ്ട് 5 വക്ത് നമസ്കാരത്തിനെ പറ്റി സൂചനയാണ് എന്നതിൽ പറയുന്നുണ്ട് മുഫസ്സിറുകൾ. അത് രാവിലെ വൈകുന്നേരം, രാവിലെ സുബഹിയും ഉച്ചക്ക് മുമ്പായിട്ട് സുബഹി നമസ്കാരം ളുഹുർ, അതും ഉച്ച തിരിയുന്നതിന് മുമ്പായിട്ട്, പിന്നെ വൈകുന്നേരം അസറും മഗ്രിബും ഇശായും. അപ്പോൾ 5 നിസ്കാരം 5 വഖത്തായി എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഏതായിരുന്നാലും നിർബന്ധമായിട്ടുള്ള നമസ്കാരമാവട്ടെ, നിർബന്ധമല്ലാത്ത തസ്ബീഹുകളും ദിക്റുകളുമാവട്ടെ, അതൊക്കെ ചൊല്ലിക്കൊണ്ട് ജീവിക്കുന്നവനാണ് ഒന്നാം കക്ഷി. ഫി റൗലത്തി യുഹ്ബറൂൻ, സ്വർഗത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നവൻ പൂന്തോപ്പിൽ. അതാ ഫസുബ്ഹാനല്ലാഹി, അള്ളാഹുവാണ് പരിശുദ്ധൻ. ഹീന തുംസൂൻ, നിങ്ങൾ പ്രദോഷത്തിലാകുമ്പോഴും. വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോഴും. വലഹുൽ ഹംദു, അവന് മാത്രമാണ് സ്തുതിയുള്ളത്. ഫിസ്സമാവാത്തി, ആകാശങ്ങളിലും. വൽ അർളി, ഭൂമിയിലും. വഅശിയ്യൻ, വൈകുന്നേരവും. വഹീന, അശീ എന്ന് പറഞ്ഞാൽ രാത്രി, ഇശാസമയത്തിനാണ് അശീ എന്ന് പറയുക, ഇരുട്ടുന്ന നേരവും. വഹീന തുൽഹിറൂൻ, നിങ്ങൾ ഉച്ചയാകുന്ന നേരവും. അപ്പോൾ അതുകൊണ്ട് തുൽഹിറു എന്ന് പറഞ്ഞാൽ ളുഹുർ, നല്ല
വെളിച്ചം കൂടുതലുള്ള സമയം, അതാണ് ളുഹർ. അശിയ്യ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് മുറ്റി വന്ന സമയം, അതാണ് ഇഷ. ഷഫഖുൽ അഹ്മർ മായിഞ്ഞു പോവുക എന്നാണല്ലോ ഇഷാൻ്റെ സമയം പറയുന്നത്. ഷഫഖുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ആ ചുവന്ന അന്തരീക്ഷത്തിലെ പടിഞ്ഞാറൻ അന്തരീക്ഷത്തിലെ ആ ചുവന്ന നിറം മായിഞ്ഞു പോകുന്നതോടുകൂടി ഇരുട്ടാകും. ആ സമയമാണ് ഇഷാ നമസ്കാരം. ആ സമയത്തെ ഭക്ഷണത്തിനും അഷാ എന്നാ പറയാം. നമ്മൾ വൈകുന്നേരങ്ങളിൽ സപ്പർ അഷാ എന്നാ പറയാം. ഇഷാ ആ സമയം, ആ സമയത്തെ നമസ്കാരത്തിനും ഇഷാ എന്ന് പറയും, ആ സമയത്തിനും ഇഷാ എന്ന് പറയും, വക്തൽ ഇഷായി. പിന്നെ താമുൽ അഷാ, ഇഷാ നേരമുള്ള ഭക്ഷണം, അതാണ് അശിയ്യൻ, ഇരുട്ടിയ സമയത്ത്. തുൽഹിറൂൻ, നിങ്ങൾ ളുഹറിലെത്തുമ്പോൾ, അതായത് ശരിക്കും ഉച്ചനേരത്തെത്തുമ്പോൾ, അപ്പോഴും അള്ളാഹുവിനാണ് സ്തുതിയും തസ്ബീഹുകളും തഹ്മീദുകളും ഹംദുകളും. അതാണ് സുബ്ഹാന വലഹുൽ ഹംദു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ദിക്റുകളായി പഠിപ്പിച്ചത് എന്താ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അതിലേക്ക് ആ തസ്ബീഹും ഹംദുമാണ്, ഹംദും തസ്ബീഹും വഅയ്നത്തുൽ ഹിറൂൻ. അപ്പോൾ രണ്ട് കക്ഷികളെപ്പറ്റി പറഞ്ഞിട്ട് അല്ലാഹു തആല ആ അള്ളാഹുവിനെ സ്തുതിക്കുന്ന പ്രകീർത്തിക്കുന്ന എല്ലാ നേരവും, വൈകുന്നേരവും രാവിലെയും ഇരുട്ടിയാലും ഉച്ച സമയത്തും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ആളുകളെപ്പറ്റി പറഞ്ഞത് എന്തിനാ? രണ്ടാമത്തെ കക്ഷികൾ നരകത്തിലായിരിക്കും, ഫിൽ അദാബി മുഹ്ദറൂൻ. എന്നാൽ ഒന്നാമത്തെ കക്ഷി ഫി റൗലത്തി യുഹബറൂൻ. അതിൽ പെടണമെങ്കിൽ തസ്ബീഹുകളും തഹ്ലീലുകളും ഹംദുകളും തഹ്മീദുകളും തക്ബീറുകളൊക്കെ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. അത് ചിലത് കൃത്യമായ സമയങ്ങളുണ്ട്, അതാണ് നമസ്കാരം, 5 നേരത്തെ നമസ്കാരങ്ങൾ. ചിലത് അത്രയധികം സമയങ്ങൾ കൃത്യമായി ആക്കിയിട്ടില്ല. അതുപോലെ ചില കാര്യങ്ങളിൽ അവിടെ സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ നിർബന്ധമല്ല. നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നമസ്കാരത്തിൻ്റെ ശേഷം പറയുന്നത് ഒരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മളാണ് നിസ്കരിച്ച് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ ഒന്നുമില്ല, ഒരു കുറ്റമൊന്നും കിട്ടൂല. പക്ഷേ ആ ഒരു സമയത്ത് ആ പ്രാർത്ഥനയുടെയും തസ്ബീഹിൻ്റെയും പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നി പറഞ്ഞിട്ടുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് എന്ന നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ അള്ളാഹുവിൻ്റെ ഫദ്ല് ദുന്യാവാവട്ടെ ആഖിറമാവട്ടെ തേടിക്കൊണ്ടിരിക്കണം എന്നതിൽ നമ്മളെ തസ്ബീഹും ദിക്റും ഒക്കെ കാണുകണം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ ഒരു പൊതു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. അവിടെ ഇരിക്കണ്ട, എഴുന്നേറ്റ് പോകണം. എന്നാലും അപ്പോഴേക്ക് പിന്നെ നമ്മുടെ ഫോണും, ഇപ്പോഴത്തെ കാലത്ത് ഫോണ് അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ മറ്റു കാര്യങ്ങളല്ല. നമസ്കാരം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും ദിക്റുകളും തസ്ബീഹുകളും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അസ്തഗ്ഫിറുല്ലയും അതുപോലെ ഇഖ്ലാസും മുഅവ്വറത്തൈനും ആയത്തുൽ കുർസിയും, അതൊക്കെ ഈ തസ്ബീഹിന് വലിയ ഒരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ജീവിതത്തിനെ നിലനിർത്തുന്ന, മനസ്സമാധാനവും ഒരു പ്രതീക്ഷയും നിലനിർത്തുന്ന കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോൾ അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. 2 കാര്യം പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ ആരാധനക്ക് അർഹനായി പടച്ചോനല്ലാതെ അള്ളാഹു തആല അല്ലാതെ വേറെ ആരുമില്ല എന്ന ആ ഒരു ദിക്ർ, ആ ഓർമ്മ. ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണയാണ്. ആ സ്മരണ ചെല്ലലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ചെല്ലല്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓർമ്മ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്, റുക്കൂ ചെയ്യുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, ഞാൻ ഉറങ്ങുന്നതും, അവന് ചിരിക്കുന്നതും കളിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും വ്യവഹാരങ്ങളൊക്കെ ആ സൃഷ്ടാവായി എനിക്ക് നമിക്കേണ്ട അള്ളാഹുവിൻ്റെ മുന്നിലാണ്. അവനാണ് ഇലാഹ് എന്ന് പറയുന്ന ദിക്ർ.
അതാണ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുമ്പുള്ള നബിമാരും എല്ലാവരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് അഫ്ളലു ദിക്ർ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി അല്ലിംനി, അള്ളാഹുവെ എനിക്ക് നീ പഠിപ്പിച്ചു തരണം ഒരു പ്രാർത്ഥന, ഒരു 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 ഷൈഅൻ, ഒരു വസ്തു. ഞാനത് മറ്റാരോടും ചോദിക്കാനില്ല, മറ്റാരോടും ചോദിക്കുകയില്ല, നിന്നോട് മാത്രം ചോദിക്കുന്ന വിശേഷപ്പെട്ട ഒരു വസ്തു എനിക്ക് നീ പഠിപ്പിച്ചു തരണം എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ, അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, നബിയുടെ ഒരു ഹദീസിൽ കാണാം, മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചോനെ, കുല്ലു ഇബാദിക യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ അടിമകളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ ചൊല്ലുന്നത്. ലക്ഷത്തിൽ പുറം പ്രവാചകന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ടല്ലോ, എനിക്ക് വേറിട്ട് പ്രത്യേകമായി ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ വൽ അർളീന മിസ്ലഹുന്ന ഫീ കഫത്തിൻ വആമിറഹുന്ന ഗൈരി, ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അർളീൻ ഫീ കഫത്തിൻ, ആകാശം 7 ആകാശങ്ങളും ആ ആകാശത്തിലുള്ള എല്ലാം, അതിൽ മലക്കുകളുണ്ടാകും, വേറെ അള്ളാഹു തആല ആ ആകാശലോകത്തുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഗോളങ്ങളും അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളുണ്ട്, മലക്കുകളുണ്ട്, ഇതെല്ലാം കൂടി, പിന്നെ വല്ലർദീന ഭൂമിയും, ആ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, ജീവജാലങ്ങളും മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരും കൂടി ഫീ കഫത്തിൻ, ഒരു തുലാസിൻ്റെ ഒരു തട്ടിലിട്ട് തൂക്കുകയും, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിലിട്ട് തൂക്കുകയും ചെയ്താൽ ലമാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യന്മാർ, ജീവജാലങ്ങൾ എല്ലാവരെക്കാളും തൂങ്ങുക ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ വലിപ്പത്ര. പക്ഷെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നുമല്ലാത്ത തരത്തിൽ മനുഷ്യർ അതിൻ്റെ ഒരു വില കൽപ്പിക്കുന്നില്ല. എല്ലാ നബിമാരെ കൊണ്ടും അള്ള ചൊല്ലിപ്പിച്ചതും എല്ലാ നബിമാരോടും അള്ളാഹു തആല പ്രബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആരാധനക്കർഹനായി അള്ളയല്ലാതെ മറ്റാരുമില്ല എന്ന ആ ഒരു വചനം, അതാ നബി അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആ, പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്നാണ്. നമ്മൾ നീണ്ട പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്, നമുക്ക് ചെല്ലാം, നമ്മുടെ ആവശ്യങ്ങളും ഓരോന്നും എടുത്ത് നുള്ളിപ്പെറുക്കി പറഞ്ഞ് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ നീണ്ട പ്രാർത്ഥനകൾ, അറഫയിലുള്ള നീണ്ട പ്രാർത്ഥനകളുണ്ട്. അതുപോലെ മിനായിലും മുസ്ദലിഫയിലും അഖബയിൽ 1ഉം 2ഉം കല്ലെറിഞ്ഞാൽ, അഖബത്തു സുഗറയും ജംറത്തു സുഗറയും ജംറത്തുൽ ഊസ്തയും 2 കല്ലുകൾ എറിഞ്ഞാൽ നീണ്ട പ്രാർത്ഥനയ്ക്ക് അവിടെ സമയമുണ്ട്. അങ്ങനെ ഓരോ സമയത്തും പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഒറ്റ വാക്യത്തിൽ കഴിയുന്ന ആ പ്രാർത്ഥന അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അതിലെല്ലാ ആവശ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം, ആരോഗ്യങ്ങൾ, അള്ളാഹ് തന്ന എല്ലാ നിയമത്തും അതിന് നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ട്, പഠിച്ചവനെ എനിക്ക് ഇനിയും തരണമേ ദുനിയാവും ആഖിറവും എന്ന പ്രാർത്ഥനയാണ് അതിലുള്ളത്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ് ആണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളുടെ ഒടുവിലത്തെ ദുആ, ഒടുവിലത്തെ വിളി അൽഹംദുലില്ലാഹ് എന്നാണ്. അപ്പോൾ ആ ഒരു ഹംദാണ് വലഉൽ ഹംദ്. ഒരു അൽഹംദുലില്ലാഹ് ചെല്ലാൻ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 6-7 മിനിറ്റ് കൊണ്ട് 100 വട്ടം അൽഹംദുലില്ലാഹ് എല്ലാം കഴിയും. എന്തിനാ വെറുതെ കളിയുന്ന അത്ര വലിയൊരു ആനുകൂല്യം? അപ്പോൾ അതാണ് വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിനുള്ളതാണ് സർവസ്തുതിയും. വ അശിയ്യൻ വഹീന തുൽഹിറൂൻ, ഇരുട്ടുന്ന ഇശാസമയത്തും വഹീന തുൽഹിറൂൻ, നിങ്ങൾ ളുഹറാകുന്ന ഉച്ചയാകുന്ന ആ സമയത്തും അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്നിട്ട്
അവനെ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. യുഖ്രിജു അവൻ പുറത്തു കൊണ്ടുവരും, പുറപ്പെടുവിക്കും, അൽ ഹയ്യ ജീവനുള്ളതിനെ, മിനൽ മയ്യിത്തി ജീവനില്ലാത്തതിൽ നിന്ന്, വയുഖ്രിജുൽ മയ്യിത ജീവനില്ലാത്തതിനെ അവൻ പുറത്തു കൊണ്ടുവരും, മിനൽ ഹയ്യി ജീവനുള്ളതിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ സചേതന വസ്തുക്കളെ അചേതന വസ്തുക്കളിൽ നിന്ന്. മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് നമ്മളെ ഇന്ന് എല്ലാത്തിനും ജീവനുണ്ട് എന്നാണ് ശാസ്ത്രം കണ്ടെത്തുന്നതെങ്കിലും ഇവിടെ അയ്യ് മജിത്ത് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതെന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്ന് കായ്കളും വൃക്ഷങ്ങളും ഉണ്ടാകുന്നു, കോഴിമുട്ടയിൽ നിന്ന് കോഴി ഉണ്ടാകുന്നു, അതുപോലെ ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് ആരോഗ്യമുള്ള മനുഷ്യനുണ്ടാകുന്നു. അപ്പോൾ അചേതനമായിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ചേതനയുള്ള വസ്തുക്കളും ചേതനയുള്ള വസ്തുക്കളിൽ നിന്ന് അചേതനമായ വസ്തുക്കളും ഉണ്ടാകുന്നു. അത് ഭൂമിയുടെ പ്രപഞ്ചത്തിലെ സൃഷ്ടി സംവിധാനത്തിൻ്റെ ഒരു സർക്കിളാണ്. അതാണ് അള്ളാഹ് പറയുന്നത് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി. അതാ കമാ യുഖ്രിജുൻ നബാത മിനൽ അർളിൽ മൈതത്തി. ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയുന്നതാണ് കമാ യുഖ്രിജുൻ നബാത മിനൽ അർളിൽ മൈത. ജീവനില്ലാതെ കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാക്കുന്ന പോലെ. ജീവനില്ലാതെ എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരണ്ട് ഒരു നിലക്കും പച്ചപ്പിൻ്റെ അടയാളമില്ലാതെ കിടക്കുന്ന ഭൂമിയിൽ നിന്ന് അള്ളാഹു തആല ഭൂമിയിലേക്ക് മഴ പെയ്താൽ പെട്ടെന്ന് അതതാ തളിർത്ത് പൂത്ത് പുഷ്പിച്ച് പച്ചപ്പ് നിറഞ്ഞതായിത്തീരുന്നു. അതൊന്ന്. വസുംബുലത മിനൽ ഹബ്ബത്തി ഒരു വിത്തിൽ നിന്ന് ഒരുപാട് കുലകൾ അള്ളാഹു തആല ഉണ്ടാക്കുന്നു. വശജറത മിനൻ നവാത്തി ഒരു കുരുവിൽ നിന്ന് വലിയൊരു വൃക്ഷമുണ്ടാക്കുന്നു. വൽ ഫർഖ മിനൽ ബൈളത്തി ഒരു കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കുന്നു. അതുപോലെ വൽ മുഅ്മിന മിനൽ കാഫിരി നിഷേധിയിൽ നിന്ന് മുഅ്മിനിനെ ഉണ്ടാക്കുന്നു. നിഷേധി അചേതനമാണ്, അവനൊന്നും ഈ സമൂഹത്തിന് അവൻ്റെ സൃഷ്ടാവിനോട് ചെയ്യാനില്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്നവന് പ്രത്യുൽപാദനപരമായി ഒന്നുമില്ല. അവൻ തിന്നുകുടിച്ച് അവൻ്റെ സുഖഭോഗങ്ങളുമായി മരിക്കുക എന്നല്ലാതെ ഈ പ്രപഞ്ചത്തിനോട് പ്രത്യുൽപാദനപരമായി ഒന്നും അവന് ചെയ്യാനില്ല. എന്നാൽ ഒരു വിശ്വാസിയാണെങ്കിലോ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുന്നു, അവനെ പ്രകീർത്തിക്കുന്നു, അവന് വേണ്ടി സുജൂദുകളും റുക്കോഴുകളും ആരാധനാകർമ്മങ്ങൾ അർപ്പിക്കുന്നു, അവൻ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുന്നു. എന്നും സജീവമായിരിക്കും ഒരു സത്യവിശ്വാസി. ഉറങ്ങാൻ കിടക്കുന്നത് വരെ സജീവമായിരിക്കും. അഥവാ ഉറക്കിൽ നിന്ന് നെട്ടി ഉണർന്നാൽ പോലും അവൻ പ്രാർത്ഥനാ നിരതനായിരിക്കും എന്നാണല്ലോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ മുഅ്മിനിനെ കാഫിർ എന്ന അചേതനമായ അല്ലെങ്കിൽ ചേതനയില്ലാത്ത ആ മനുഷ്യനിൽ നിന്ന് ചേതനയുറ്റ മുഅ്മിനിനെ അവനുണ്ടാക്കുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ അർളി മിനൽ ഹയ്യി ജീവനുള്ളതിൽ നിന്ന് മയ്യിത്തിനെ അവനുണ്ടാക്കുന്നു. വയുഹ്യി അൽ അർള ബഅദ മൗതിഹാ ഭൂമിയെ അതിൻ്റെ മൗത്ത് മരണത്തിൻ്റെ ശേഷം അവൻ ജീവിപ്പിക്കുന്നു. ഖുർആൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം അതാണ്. അതാണ് അള്ളാഹു അലം തറ അന്നല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യയ്നാ ബിഹിൽ അർള ആകാശത്തുനിന്ന് മഴ ഇറക്കിയിട്ട് അവൻ ഭൂമിയെ ജീവിപ്പിച്ചു. അതായത് ചേതനയില്ലാതെ ചത്ത് വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിച്ചു. അതാണ് വയുഹ്യിൽ അർള ബഅദ മൗതിഹാ ഭൂമിയെ മരണശേഷം ജീവിപ്പിക്കുന്നവൻ. വകദാലിക തുഖ്റജൂൻ അതേ പ്രകാരം. അപ്പം നമുക്ക് കാണുന്നതിൽ നിന്ന് കൂടി കാണാത്ത ഒരവസ്ഥ ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് മനുഷ്യനെ പഠിപ്പിക്കൽ. അങ്ങനെയാണ് അറിയാത്തതിൽ നിന്ന് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് മനുഷ്യബുദ്ധിയെ നയിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നതാണ് എന്ത്? ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളതുണ്ടാകുന്നു, അതുപോലെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതുണ്ടാകുന്നു. അചേതനമായ ഭൂമിയിൽ നിന്ന് വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യങ്ങളുണ്ടാകുന്നു. ഇതുപോലെ വകദാലിക തുഖ്റജൂൻ നിങ്ങൾ മരിച്ചു കിടക്കുകയാണ്. നമ്മുടെ പള്ളിക്കാടുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും കോടാനുകോടി മനുഷ്യന്മാർ നിശബ്ദമായി
അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ അസ്ഥിപഞ്ജരങ്ങൾ പോലും അവിടെ ബാക്കിയുണ്ടാവില്ല. അങ്ങനെ മനുഷ്യന്മാർ നൂറ്റാണ്ടുകളായി നിശബ്ദമായിരിക്കുകയാണ്. അതൊക്കെ ഉയർത്തെഴുന്നേൽക്കും. കഅന്നഹും ഇലാ ഹദബിൻ ഇലാ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇലാ നുസ്ബിൻ യൂഫിലൂൻ, ഒരു നാട്ടയിലേക്ക് ഓടിച്ചെല്ലുന്ന പോലെ മരിച്ചുപോയ മനുഷ്യന്മാരൊക്കെ അള്ളാഹു പുനർജീവിപ്പിച്ച് ഒരു വെച്ച നാട്ടയിലേക്ക് പോകുന്ന പോലെ അള്ളാഹു ഉണ്ടാക്കിയ പരലോകത്തേക്ക്, ആ മഹ്ശറാമുറ്റത്തേക്ക് മനുഷ്യരെല്ലാം ഓടി വരും. അതാ കദാലിക തുഖ്റജൂൻ, അപ്രകാരം നിങ്ങളെ പുനർജീവിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ പുറപ്പെടുവിക്കപ്പെടും. ഒമിൻ ആയാത്തിഹി, പിന്നെ ഇനി തുടർന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് തുടർന്ന് കുറേ ആയത്തുകൾ. ഒമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖകും മിൻ തുറാബിൻ, നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത്. അൻ ഖലഖകും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്. വേറെ സ്ഥലങ്ങളിൽ കാണാം മണ്ണിൽ നിന്ന് ബീജമുണ്ടാക്കി, ബീജത്തിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കി. ഇനി വേറെ ചില വസ്തുക്കളിൽ നിന്ന്, മണ്ണിൽ നിന്ന് സസ്യലതാദികളും ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കി, ആ ഭക്ഷ്യവസ്തുക്കൾ തിന്ന് അതിൽ കൂടി മനുഷ്യ ശരീരത്തിൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആ ബീജത്തിൽ നിന്ന് ജീവനുള്ള മനുഷ്യനുണ്ടായി. സുമ്മ ഇദാ അൻതും ബശറുൻ തന്തശിറൂൻ, അതാണ് അൻ ഖലഖകും മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ സുമ്മ, പിന്നീട്, അവൻ സൃഷ്ടിച്ചതിൻ്റെ ശേഷം പിന്നീട് അത് ബീജമായി വളർന്ന് ഭ്രൂണമായി വളർന്ന് കുഞ്ഞായി വളർന്ന്, സുമ്മ ഇദാ അൻതും, പിന്നെ ഇതാ നിങ്ങൾ, ബശറുൻ തൻതശിറൂൻ, ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യന്മാരായി മാറിയിരിക്കുന്നു. ഇൻതശറ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ച് ആവശ്യങ്ങൾ, കർഷകന്മാരൊരു ഭാഗത്ത്, തൊഴിലെടുക്കുന്ന ആളുകൾ, ബുദ്ധിജീവികൾ, ശാസ്ത്രജ്ഞന്മാർ, എന്തെല്ലാം മേഖലകളിലേക്ക് മനുഷ്യൻ വ്യാപിച്ചു പോയി അവൻ്റെ കഴിവുകൾ. എന്നാൽ അവനോ മണ്ണായിരുന്നു, മണ്ണിൽ നിന്നുണ്ടായ ബീജമാണ്. ആ ബീജം പിന്നെ ഭ്രൂണമാണ്, പിന്നെ അത് വളർന്ന് ജീവനില്ലാത്ത പോലെ കിടന്ന്, പിന്നെ അതിന് ജീവനോടുകൂടി പുറത്തു വന്നപ്പോഴും ഒന്നുമല്ല. ആ ഒന്നുമല്ലാത്ത മനുഷ്യൻ സൂറത്തു ദഹറിൽ പറഞ്ഞല്ലോ, പിന്നെ ഹൽ അതാലൽ ഇൻസാനി ഹീനം മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ, മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ, ലം യകുൻ ഷൈഅൻ മദ്കൂറ, അവൻ പറയപ്പെടാവുന്ന ഒരു വസ്തുവായിരുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു അബ്ദുള്ള അല്ലെങ്കിൽ ഒരു മുഹമ്മദ് എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടാവണ്ടേ, ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവണ്ടേ. അങ്ങനെ ഒരു ഓബ്ജക്റ്റ് പോലും ഉണ്ടായിരുന്നില്ല, പിന്നെ അവനുണ്ടായി. അത് അലമയ്ക്കുൻ ഷൈഅൻ കൂറ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, ബീജത്തിൽ നിന്ന്, ഒട്ടിപ്പിടിക്കുന്ന ബീജത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചുണ്ടാക്കി, അവനെ പരീക്ഷിക്കുകയായിരുന്നു നാം. പിന്നെ ഫജഅൽനാഹു സമീഅൻ ബസീറ, എന്നിട്ട് ഒരു പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ പറയാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അവൻ പിന്നെ ഉണ്ടായിട്ട് ഫജഅൽനാഹു സമീഅൻ ബസീറ, കേൾക്കുന്നവനായി, കാണുന്നവനായി, എന്നെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കി കണ്ട് വളർന്ന് വലുതായി ഈ ലോകത്തെ അവൻ കീഴടക്കി. അതാണ് സുമ്മ ഇദാ അൻതും ബശറുൻ തന്തശിറൂൻ, പിന്നെ നിങ്ങളതാ മനുഷ്യരാകുന്നു, തന്തശിറൂൻ, നിങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന. ഇൻതശറ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന, ഇതാ ഇൻതശറ എന്നുള്ളതിന് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്, വ്യാപിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ. എന്തിനും കൊള്ളാവുന്ന എല്ലാ കാര്യത്തിലും ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് എന്തെല്ലാമോ സംഭാവനകൾ നടക്കുന്ന, അതാണ് ബസ്സക്കും ഫി അഖ്താരിൽ അർളി, നിങ്ങളെ ഭൂമിയുടെ പല ഭൂഖണ്ഡങ്ങളിലായി അല്ലാഹു തആല വിന്യസിച്ചു. അർജാഇഹ, അതിൻ്റെ പല ഭാഗങ്ങളായിട്ട്. എന്നിട്ട് അവനത് ആ മനുഷ്യന്മാരെ കൊണ്ട് പല കാര്യങ്ങളും ഭൂമിയിൽ ചെയ്യിച്ചു. എന്നാൽ ഒന്നുമല്ലാത്ത ഒരു പിടി മണ്ണായിരുന്നല്ലോ അവൻ. അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമല്ലേ. അപ്പോൾ നമ്മളിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ കുട്ടികൾ, നമ്മൾ വളർത്തിയുണ്ടാക്കിയ കുട്ടികൾ, നമ്മളെ മടിയിൽ കിടന്ന് വളർന്ന, അല്ലെങ്കിൽ പെറ്റന്ന് നമ്മളൊരു തുണിയിൽ ചുറ്റിക്കൊണ്ടുവന്ന നമ്മളെ മക്കളൊക്കെ അവരൊക്കെ വലുതായി എത്തി, എത്ര വലിയ ആളുകളായി, എന്തെല്ലാമോ പ്രവർത്തിക്കുന്ന, നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ വലിയ അറിവുകളും കഴിവുകളുമുള്ള വലിയ മനുഷ്യന്മാരായല്ലോ.
അതാ സുമ്മൈദ അൻതും ബശറുൻ തന്തശിറൂൻ, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യരാക്കി അള്ളാഹു വെച്ചതിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ്. അതിന് നിങ്ങൾ കീഴ്പ്പെടണം ആ അള്ളാഹ്ക്ക്. ഒമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു തന്നു, മിൻ അംഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന് തന്നെ, അസ്വാജൻ, ഇണകളെ നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മിൽ നിന്ന് തന്നെ നമ്മുടെ ഇണകളെ ഉണ്ടാക്കി. അതാണ് ഇന്നത്തെ കാലത്ത് ഇണ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ആണും ഇണകളായി ജീവിക്കാൻ പറ്റുന്നതല്ല, പെണ്ണും ഇണകളായി ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആണും പെണ്ണും ഇണകളായി വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം കാണാൻ നമുക്കൊക്കെ യോഗമുണ്ടായിട്ടുണ്ട് ഈ കാലത്ത്. ഇത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവത്തിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. എന്താണ്? മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾ ചെയ്തിരുന്ന ഈ കുറ്റം ലോകത്ത് ഒരാളും ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടില്ല. അതായത് ലൂത്ത് നബി അലൈഹി സ്വലാം ജനങ്ങളോട് പറഞ്ഞു, ഹാ ഉലായി ബനാത്തി ഹുന്ന അത്ഹറുലക്കും, ഇതാ എൻ്റെ പെൺമക്കൾ, അത് മൂപ്പര മക്കളായാലും വേണ്ടിയില്ല, ആ നാട്ടിലുള്ള പെൺകുട്ടികളുണ്ട്, ആ പെൺകുട്ടികൾ നിങ്ങൾക്ക് ഇണകളായി ജീവിക്കുക, നിങ്ങൾ അവരെ വിവാഹം കഴിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് എൻ്റെ പെൺകുട്ടികളൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് പുരുഷന്മാരെയാണ് ഇണകളായി ഞങ്ങളുടെ ലൈംഗിക കൃത്യത്തിന് വേണ്ടത് എന്ന്. അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞെന്താ? അജ്ജാതി ഒരു തോന്നിയാസം മാ സബഖക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ലോകത്ത് ആരും മുമ്പ് ചെയ്തിട്ടില്ല എന്ന്. അതിന് ശേഷം പിന്നെയും ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ നശിപ്പിച്ചതിന് ശേഷം മനുഷ്യന്മാരുണ്ടായി, ഇണകളായി വളർന്ന് ആണും പെണ്ണുമായി വിവാഹത്തിൽ കൂടി ജനങ്ങളുണ്ടായി വളർന്നിട്ടാണ് വന്നത്. പക്ഷെ വീണ്ടും ഈ ഒരു കാലമെത്തിയപ്പോൾ ലോകത്ത് മുമ്പാരും ചെയ്യാത്ത ഈ തോന്നിവാസത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ചരിത്രത്തിൽ ആണും വിവാഹം ചെയ്യുന്ന ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഇണകളായി ജീവിക്കാനും പെണ്ണും ഇണകളായി ജീവിക്കാനും തീരുമാനിച്ചൊരു കാലഘട്ടം ചരിത്രത്തിൽ കാണൂല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ചെയ്ത പോലെയുള്ള ആ തനി മുമ്പാരും ചെയ്യാത്ത മഹാപാപം ആവർത്തിക്കുന്ന കാലമാണിന്ന്. നമ്മൾ പേടിക്കേണ്ട ഒരു കാലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരു സമുദായത്തിനെയും നശിപ്പിക്കാത്ത രൂപത്തിലാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ അള്ളാഹ് നശിപ്പിച്ചത്. മാ സബഖക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ആരും ചെയ്യാത്ത കുറ്റം ചെയ്തപ്പോൾ ആരെയും അള്ളാഹ് ചെയ്യാത്തൊരു കുറ്റം അള്ളാഹ് അങ്ങോട്ടും ചെയ്തു. അതെന്താണ്? ആ നാടിനെ മൊത്തം നെയ്യ് ഒരു സ്പൂൺ എടുത്തിട്ട് മറിച്ചിട്ട മാതിരി ആ നാടിനെ ഒന്നാകെ അള്ളാഹു തആല മറിച്ചിട്ടു. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന കടൽ നിരപ്പിൽ നിന്ന് 3000-ലേറെ കിലോമീറ്റർ താഴ്ന്നു കിടക്കുന്ന ആ പ്രദേശത്ത് അള്ളാഹ് കോരിയിട്ട് അട്ടിമറിച്ച് ഒരു ഗന്ധക പദാർത്ഥങ്ങൾ കൊണ്ട് ഫജഅൽന ആലിഹ സാഫിലഹ, ആ ഭൂമിയുടെ മേൽഭാഗത്തെ താഴ്ഭാഗമാക്കി മാറ്റി. വഅംതർനാ അലൈഹിം, അവരുടെ മേൽ പെയ്യിപ്പിച്ചു, ഒരുതരം കല്ലുകൾ പെയ്യിപ്പിച്ചു. പല തരത്തിലുണ്ട്. ബഹറും മുൻതിന, നാറിക്കൊണ്ടിരിക്കുന്ന കടൽ എന്നാണ് അതിൻ്റെ പേര്, ചാവ് കടലിന്. ബഹറുൽ മയ്യത്ത്, ശവമായ കടൽ എന്നുണ്ട്, ശവക്കടൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ജീവി ഉണ്ടാവില്ല, മയ്യത്താണ്. ബഹറുൽ മുൻതിൻ, നാറ്റമുള്ള കടൽ എന്നുണ്ട്. ബഹറുൽ സിഫ്ത്ത്, ടാറ് പോലെയുള്ള ഒരു പദാർത്ഥം, മണ്ണെണ്ണ ഗന്ധകമൊക്കെ അടങ്ങുന്ന ഒരു പദാർത്ഥം നിറഞ്ഞു നിൽക്കുന്ന എണ്ണപ്പാടുകളുള്ള ഒരു കടൽ, വഴുവഴുപ്പുള്ള ഒരു വെള്ളം, അങ്ങനെയൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ഒരുപാട് പേരുകളുണ്ട് ബഹറു മയ്യത്തിന്. ആ സമൂഹത്തെ കാലാകാലം ഇന്നും 65 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ഭൂമിയിലെ വലിയൊരു ഭാഗം സ്ഥലം ഒരു ചളിവെള്ളമായിട്ട് തൊട്ടാൽ പോലും അറക്കുന്ന വാസനയും കഴുകിയാൽ പോലും നീങ്ങാത്ത ഒരുതരം വഴുവഴുപ്പുള്ള വസ്തുക്കളാക്കി മാറ്റിയത് എന്താ? അത് ഈ ഒരു കുറ്റം ചെയ്തത് കൊണ്ടാണ്. ഒമിനായാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള, മുഫസ്സിറുകൾ പറയുന്നത് മനുഷ്യന്
ഇണയായിട്ട് മറ്റു ജീവികളെയാണ് നൽകിയിരുന്നതെങ്കിൽ ഈ നിലക്കുള്ള ഒരു ഭാര്യ ഭർത്തൃ സ്നേഹവും ആ ഒരു മനസമാധാനവും മനുഷ്യന് കിട്ടുമായിരുന്നില്ല വേറൊരു ജീവനെയാണ് നൽകിയിരുന്നെങ്കിൽ. അപ്പം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സൗജ് എന്ന് പറഞ്ഞാൽ ഇണ, അത് ആ ഭർത്താവും ആകാം ഭാര്യയാവാം. പക്ഷേ സൗജത്ത് എന്ന് പറയുമ്പോൾ സൗജിൻ്റെ അർത്ഥം ഭർത്താവ്, സൗജത്ത് ഭാര്യ, രണ്ടും ഒരേ സമയത്ത് സൗജത്ത് സൗജ്. അപ്പം സൗജത്ത് ഭാര്യ, സൗജ് ഭർത്താവ്. അതല്ല വെറും സൗജ് എന്ന് പറഞ്ഞാൽ അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ. അതാണ് ഇണകളാക്കി. എന്തിനാണ്? ലി തസ്കുനു ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ സമാധാനമടയാൻ വേണ്ടി. വല്ലാത്തൊരു അർത്ഥം ഇതിൽ ഉണ്ട്. നമ്മുടെ ഭാര്യയായിരിക്കണം നമുക്ക് സമാധാനം. അതാണ് നമ്മളിനി അവളുടെ ശരീരം, അവൾ രോഗിയായി, അവൾ സൗന്ദര്യമില്ലാത്തവളായാൽ പോലും ഭാര്യ ഒരു വിശ്വാസി, യഥാർത്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശാന്തിയും സമാധാനവുമാണ്. ഇണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമാണ്. അതാണ് സക്കൻ, ശാന്തി. സക്കൻ, മസ്കൻ എന്നാണ് വീടിന് ഖുർആൻ പറയുന്നത്. മസ്കൻ, സാക്കിൻ, സാക്കിൻ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവൻ, മസ്കൻ താമസ ഇടം, അതായത് മനസമാധാനമുള്ള, സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തി, സുക്കൂനിൻ്റെ കേന്ദ്രം. ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ സമാധാനമടയാൻ വേണ്ടി. അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഒരു തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രസവിക്കുന്ന ഒരു ജീവി അല്ല, നമ്മുടെ മനസമാധാനമാണ്. ആ മനസമാധാനം നമുക്കുണ്ടാവണമെങ്കിൽ ആ നിലക്കുള്ള പെരുമാറ്റങ്ങളും ആ നിലക്കുള്ള ബന്ധങ്ങളും ഭാര്യയുമായി ഉണ്ടാവണം. മാ അക്രമഹുന്ന ഇല്ലാ കരീം ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നതായി ഒരു വചനത്തിൽ കാണാം. ഭാര്യമാരെ മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ആദരിക്കുകയില്ല. ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈം, നീചന്മാരല്ലാതെ ഭാര്യമാരെ ഇകഴ്ത്തുകയില്ല. അന്നെന്തിനാ പറ്റ, ഒന്നിനും കൊള്ളാത്തവൾ, ഒന്നും അറിയാത്തവൾ എന്നിങ്ങനെ ഭാര്യയെ ഇകഴ്ത്തുന്നവൾ നീചന്മാരായിരിക്കും. എന്നാൽ എത്ര കഴിവില്ലാത്തവളാണെങ്കിലും അവളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവളിൽ സമാധാനം കണ്ടെത്തുന്നവർ സമൂഹത്തിലെ കരീമുകളായിരിക്കും, മാന്യന്മാരായിരിക്കും എന്നാണ് പറഞ്ഞത്. അതാ ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ സമാധാനമടയാൻ വേണ്ടി. വജഅല ബൈനക്കും, ആ നിങ്ങൾക്കിടയിൽ അവൻ ഉണ്ടാക്കി മവദ്ദത്തൻ സ്നേഹം, വറഹ്മത്തൻ കാരുണ്യവും. നമ്മൾ എന്തൊക്കെ പണിപ്പെട്ട് 50 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഭാര്യയുടെയും മക്കളുടെയും അടുത്തെത്തണം. അവർ പട്ടിണി കിടക്കരുത്, അവർക്കൊരു കൂരുണ്ടാക്കണം, അവരെ പോറ്റാനാണ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓലെ എങ്ങനെയും ജീവിച്ചോളെ എന്ന് മനുഷ്യൻ ചിന്തിക്കണില്ലല്ലോ. അത് ആ ഒരു മവദ്ദത്ത്, ആ ഒരു സ്നേഹം, അടുപ്പം, മനസ്സിനോട് ചേർന്ന ഒരു അടുപ്പം ഭാര്യമാരോട് ഉണ്ടാക്കിയത് അവരുടെ സൗന്ദര്യം കൊണ്ടോ അവരുടെ മറ്റെന്തെങ്കിലും കഴിവ് കൊണ്ടോ അല്ല. അത് മനുഷ്യൻ്റെ മനസ്സിൽ അള്ളട്ട് കൊടുത്ത ഒരു മഹാഭാഗ്യമാണ്. അതില്ലെങ്കിൽ ഒരു കുടുംബത്തിലും സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല. അതാണ് ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് ശാന്തി അടയണം. ഭാര്യ നമ്മളുടെ വിളക്കും ശാന്തിയുമായിരിക്കണം. ഭർത്താവും അങ്ങനെ തന്നെ മവദ്ദത്തുണ്ടായിരിക്കണം പരസ്പരം. അതാണ് കുടുംബജീവിതം. വറഹ്മത്തൻ, കാരുണ്യവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർ ജോലിയെടുക്കുമ്പോൾ നബി അവരെ സഹായിച്ചിരുന്നു എന്നുള്ളത് സഹിയായ ഹദീസിൽ കാണാം. വസ്ത്രം അലക്കാനും ഭക്ഷണമുണ്ടാക്കാനും മാവ് കുഴച്ചു കൊടുക്കാനും അടക്കം ഭർത്താക്കന്മാർ ഭാര്യമാരെ സഹായിച്ചിരുന്നു, അവരോട് അത്രമാത്രം സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ കാണാം. അതാണ് റഹ്മത്ത് എന്ന് പറയുന്നത്, അതാണ് കാരുണ്യം. ആ കാരുണ്യവും പടച്ചോൻ നമ്മുടെ മനസ്സിൽ ഇട്ട് തന്നത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അങ്ങനെ ഒരു കാരുണ്യം ഇല്ലെങ്കിൽ ഏത് പെണ്ണിനാണ് നമ്മളെ കൂടെ ജീവിക്കാൻ കഴിയുക? ഏത് കുടുംബത്തിലാണ് സമാധാനമുണ്ടാകുക? അതാണ്. പിന്നെ ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിച്ചു നോക്കുന്ന ആളുകൾക്ക്. ഒരു ചിന്തിക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ പെണ്ണിന് വേണ്ടി
ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നു, അതല്ല കഷ്ടപ്പെടണം. അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ കൂടെ ഞാൻ എന്തിനു ജീവിക്കുന്നു, അതല്ല ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് മരിക്കണം, സ്വർഗത്തിലും അങ്ങനെ തന്നെ ആവണം. ആ ഒരു മവദ്ദത്തും റഹ്മത്തും നമ്മുടെ മനസ്സിൽ അള്ള തന്ന വലിയ ഒരു വലിയ സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അതില്ലെങ്കിൽ കുടുംബജീവിതം നിലനിൽക്കുകയില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒന്നൊന്നല്ല, ഒരുപാട് ആയാത്തുകളുണ്ട്. ഒമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ്സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടി സംവിധാനം മനുഷ്യൻ്റെ തലയിൽ കൊള്ളാത്ത അത്ര അത്ഭുതകരമാണല്ലോ. അതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണത്. വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ നാവുകൾ, അൽസിനത്ത് എന്ന് പറഞ്ഞാൽ ഭാഷകൾ, ഭാഷ, ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിനും ഭാഷക്കും പറയും. കാരണം നാവിൽ കൂടിയാണല്ലോ ഭാഷയുണ്ടാകുന്നത്. അതുകൊണ്ട് വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ലിസാനുകൾ, നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. എവിടുന്നാണ് ഈ ഭാഷകളൊക്കെ ഉണ്ടായത്? ഒരു നാവ്, ഒരു ചുണ്ട്, ഒരണ്ണാക്ക്, ഒരു പല്ല്, അതാണ് നമുക്കുള്ളൂ എല്ലാവർക്കും. പക്ഷേ ലോകത്ത് ഇന്ന് അറിയപ്പെട്ടിടത്തോളം 8300-ലേറെ ഭാഷകളുണ്ട് മനുഷ്യൻ സംസാരിക്കുന്ന. ആകെ എല്ലാവർക്കും ഉള്ള നാവും ചുണ്ടും പിന്നെ പല്ലും അണ്ണാക്കൊക്കെ തന്നെ ഉള്ളു. പക്ഷേ ഈ ഒരു ചെറിയ 1 ഇഞ്ച് പോലും നീളമില്ലാത്ത ആ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ 8300-ലധികം ഭാഷകൾ മനുഷ്യൻ സംസാരിക്കുന്നു എന്നാണ്. എവിടുന്നാണ് ഇവനിത് പഠിച്ചത്? ആരാണ് ഇതിൻ്റെ അക്ഷരങ്ങൾ ഉണ്ടാക്കിയത്? അതിൻ്റെ ശബ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? അതൊരു അത്ഭുതമല്ലേ? ഭാഷൻ്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പലരും പല തരത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഭാഷ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. എത്രയോ ഭാഷകൾ നമ്മൾ കേൾക്കുന്നു. നമുക്കൊന്നും ചിലപ്പോൾ അത് എന്തോ ഒരു ഒച്ചയായി മാത്രം നമുക്ക് അനുഭവപ്പെടുന്നു. അതാ വഖ്തിലാഫു അൽസിനത്തിക്കും, ആകാശഭൂമികളെ സൃഷ്ടിച്ച് അത്ഭുതം പോലെ തന്നെ നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ നാവിൽ കൂടി വരുന്ന ശബ്ദങ്ങൾ, അതിൻ്റെ വൈവിധ്യം, അൽവാനിക്കും, നിങ്ങളുടെ ലൗന്, നിറവും, ലൗന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇനങ്ങൾ, മനുഷ്യന്മാർ എത്ര 1 കോടി മനുഷ്യരുണ്ടെങ്കിൽ 1 കോടി നിറവും 1 കോടി രൂപത്തിലുമാണ് ഉള്ളത്. ഒരിക്കലും ഒരു മനുഷ്യനും മറ്റേ മനുഷ്യൻ്റെ കൂടെ പോലെ ഏട്ടനും അനുജനും സാദൃശ്യമാകും എന്നുള്ളത് ശരിയാണെങ്കിലും എല്ലാ മനുഷ്യരും വ്യത്യസ്തമാണ്. നമുക്കൊരു ചിത്രം വരച്ചാൽ, ഒരു വസ്തുവിൻ്റെ ചിത്രം വരച്ചാൽ എത്ര ഐറ്റം, എത്ര വൈവിധ്യം നമുക്ക് അതിലുണ്ടാക്കാൻ കഴിയും? ഏറിയാൽ ഒരു 8-10 വൈവിധ്യങ്ങൾ ഉണ്ടാക്കാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ പടച്ച റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 1000 ആളുണ്ടെങ്കിൽ 1000 രൂപമാണ്. അവൻ്റെ ഭാവവും അവൻ്റെ മുഖവും അവൻ്റെ ശരീരഘടനകളും അവയവങ്ങളും ഒക്കെ, അതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാലോ. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യമാണ്. അതാ ഖൽഖുല്ലാ അറൂനി മാതാ ഖലഖല്ലദീന മിൻ ദൂനിഹി, ഇതാണ് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ്. അല്ലാത്ത ആരെങ്കിലും സൃഷ്ടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരീന്ന് പറയുന്നത് അതാണ്. വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ നിറങ്ങളുടെ വൈവിധ്യം, ഭാഷകളുടെ വൈവിധ്യം. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽ ആലിമീൻ, അറിവുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആലിമീങ്ങൾ, മനുഷ്യരെപ്പറ്റിയും ഇതിൻ്റെ വൈവിധ്യങ്ങളെപ്പറ്റിയും ആകാശഭൂമികളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് ഇതിലൊക്കെ ഇത് മനുഷ്യൻ്റേതല്ല, ഇത് പഠിച്ചവൻ തന്നെയാണ് എന്നതിൽ കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിച്ച് അതിൽ കൂടി അള്ളാഹുവിനോട് വിനയപ്പെട്ട് ജീവിക്കാനാണ് അള്ളാഹു തആല ഈ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.